എൻ്റെ അഭിപ്രായത്തിലേക്ക് വന്നാൽ വോട്ട് വഴി തെളിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ അസ്തമനത്തിലേക്കുള്ള വഴി രണ്ട് പാർട്ടികൾക്ക് തെളിഞ്ഞു നിൽക്കുകയാണ്. ആ തെളിച്ചം ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർത്തിയാവുകയും കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് എത്താനും പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് രണ്ട് പാർട്ടികൾ എന്ന് പറയുന്നത് CPIM-ഉം കോൺഗ്രസുമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഒരു അസ്തമനത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2024 സംഭവിക്കാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ കയ്യിൽ പണമില്ല, ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള മുൻകൂർ ജാമ്യമെടുക്കൽ നമ്മൾ സോണിയാഗാന്ധി അടക്കമുള്ള മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കളിൽ നിന്ന് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഫണ്ടില്ലാത്തത് കൊണ്ട് തോറ്റു. നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിക്കുമ്പോൾ താത്വികമായി പറയാതെ ഞങ്ങൾക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് തോറ്റു, BJPയുടെ കയ്യിൽ ഫണ്ടുണ്ടായിരുന്നു, ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഫണ്ടുണ്ട്, ആ ഫണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഫണ്ടുള്ളത് കൊണ്ട് അവർ ജയിച്ചു, ഫണ്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തോറ്റു എന്നുള്ള ഒരു ഉത്തരം എഴുതാനുള്ള കടലാസ് ഇപ്പോൾ തന്നെ വരയിട്ട് വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്. CPIM-ന്റെ കാര്യം നിങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദേശീയ പാർട്ടി പദവി, ആ ദേശീയ പാർട്ടി പദവി പോകുന്ന ഒരു അസ്തമനത്തിൻ്റെ പാത ഞാൻ CPIM-ന്റെ കാര്യത്തിൽ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. നിലവിലെ സാഹചര്യത്തിൽ UDF അവരുടെ സിറ്റിംഗ് സീറ്റുകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ അവരുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2020 എന്നവർ പറയുമ്പോൾ അതിൽ 14 വരെ അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയും NDA അക്കൗണ്ട് തുറക്കുകയും ചെയ്താൽ, ഞാൻ കണ്ടീഷൻസ് മാത്രമാണ് പറയുന്നത്, അപ്പോൾ അങ്ങനെയും ആണെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വളർച്ചയൊന്നും ഇടതുപക്ഷത്തിന് CPIM-ന് പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായും ഇപ്പോൾ ചർച്ചയാകുന്നത്, നാട്ടുകാരൊക്കെ കൂടുതലായും പറയുന്നത്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുമോ? അതായത് BJP കേരളത്തിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ NDA കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും ജയിക്കാതിരിക്കാനായി പാലക്കാട്ട് E. ശ്രീധരൻ തോറ്റതുപോലെ എങ്ങനെയാണ്? ഇതാണ് നാട്ടുകാരുടെ ഒരു ഭാഷ്യം. അപ്പോൾ അതിൽ സ്വാഭാവികമായും അങ്ങനെയുള്ള ചർച്ചകളും നടക്കുമല്ലോ. അന്തർധാര സജീവമാണോ? പരസ്പരമുള്ള ആരോപണങ്ങളുമായി നേതാക്കൾ തന്നെയാണ് ഈ അന്തർധാര ആരോപണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. CPIM അല്ലെങ്കിൽ LDF പറയും കോൺഗ്രസും BJP-യും തമ്മിലാണ് ഈ അന്തർധാര സജീവമായി നിൽക്കുന്നതെന്ന്. കോൺഗ്രസ് പറയും CPIM-ഉം BJP-യും തമ്മിലാണ്, അതായത് തൃശ്ശൂരിലെ സഹായത്തിൻ്റെ ബാക്കി വടകരയിൽ കാണാമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്തർധാരയുണ്ടോ എന്നത് ഓരോ പാർട്ടികൾക്കും ഓരോ മണ്ഡലത്തിലും ലഭിക്കുന്ന വോട്ട് വിഹിതത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ജൂൺ 4 ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്കും ഒരു അനാലിസിസിലേക്കും നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ ആ അന്തർധാരയുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റിമോണിയായി മാറും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തവണ ഈ വോട്ട് മറിക്കൽ നടക്കുന്നുണ്ടോ, അങ്ങനെയാണോ ജയത്തിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് പോലെയുള്ള സ്ഥാനാർത്ഥികൾ പണം നൽകുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മദ്യം കൊടുക്കുന്നതിനെക്കുറിച്ച്, വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളും ഓരോ എതിർ സ്ഥാനാർത്ഥിയും ഉയർത്തിവിടുകയാണ്. അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ നികേഷ് സാറ് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ തെളിയുന്നുണ്ട്. സാർ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം എന്നല്ല പറഞ്ഞത്, കൃത്യമായി വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുന്നതിനായിട്ടുള്ള സമീപനത്തെക്കുറിച്ചാണ് സാർ സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രീണന തന്ത്രം കൃത്യമായി പയറ്റുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളിലെ, അല്ലെങ്കിൽ മറ്റു പരിപാടികളിൽ വന്നതിന് ശേഷമുള്ള സംഭാഷണം എന്നുള്ളതാണ്. അതിലിപ്പോൾ CAA എടുത്തായാലും രാമക്ഷേത്രം എടുത്തായാലും ഏത് വിഷയമാണെങ്കിലും അതിലൂടെ കൃത്യമായി തങ്ങളുടെ ഭാഗത്തേക്ക് വരേണ്ട വോട്ടുകൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനായിട്ടുള്ള ഒരു തന്ത്രം കൃത്യമായി ഇടതുമുന്നണി പയറ്റുന്നുണ്ട്. കോൺഗ്രസും ഏകദേശം ആ വഴിക്ക് നടന്നു നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തെറ്റിപ്പോകുന്നത്, ഒരു വഴി രണ്ടായി നിൽക്കുമ്പോൾ ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ, അതായത് ഹിന്ദുത്വയിലേക്ക് പോകണോ അതോ ഇപ്പുറത്തെ പ്രീണനത്തിലേക്ക് പോകണോ എന്നുള്ള ആ ഒരു സ്പ്ലിറ്റിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരു സ്റ്റിൽ മൊമെന്റിലാണ് കുറച്ചു കാലം നിൽക്കുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി BJP-യേക്കാൾ വലിയ BJP ആകാൻ നോക്കുന്ന കോൺഗ്രസിനെ പാളുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അസ്തമനത്തിൻ്റെ പാതയിലാണ് എന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. പഴയ ആ ഒരു പ്രാമാണിത്വം, അല്ലെങ്കിൽ നേരത്തെ ഈ നാടുവാഴികൾ ഒക്കെ ഉണ്ടായിരുന്ന കാലത്തേതുപോലെ ഞങ്ങളാണ് ഇപ്പോഴും നാടുവാഴികൾ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ആ നാടുവാഴികളുടെയൊക്കെ ആ ഒരു പാരമ്പര്യം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നും കയ്യിലില്ല. അതായത് കിഴി എറിഞ്ഞു കൊടുക്കാനായിട്ടുള്ള കിഴിയിൽ ഒന്നുമില്ല എന്ന പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ പറയുന്ന കാലമാണ്. അത് കോൺഗ്രസിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിക്കുമ്പോൾ ഇരുഭാഗത്തും തുല്യശക്തികളാണെങ്കിലാണ് അത് ഒരു മത്സരം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുക. ഇതിപ്പോൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട് വഴി തെളിക്കാൻ പോകുന്നത്? നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ആളുകളിലേക്ക് കൃത്യമായി എത്താൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? വോട്ട് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് ഇടതുപക്ഷത്തിനൊരു സാധ്യത, അല്ലെങ്കിൽ CPIM-നൊരു സാധ്യത കേരളത്തിലുള്ളത്. കോൺഗ്രസ് എങ്ങനെയാണോ വോട്ടുറപ്പിച്ചിരുന്നത് ആ രീതിയിൽ പോകാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ കൃത്യമായി പാർട്ടിയിലേക്ക് വരേണ്ട വോട്ടുകൾ, നേരത്തെ പറഞ്ഞതുപോലെ BJP-ക്കെതിരായ മതേതരത്വം ഇല്ലാതാക്കുന്ന BJP-ക്കെതിരായ ശക്തമായ സാന്നിധ്യം ഞങ്ങളാണ്, അതാണ് CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നറേറ്റീവ്. ആ നറേറ്റീവ് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് അവർക്ക് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയുന്നത്ര സീറ്റുകളിലേക്ക് എത്താൻ കഴിയും. പക്ഷേ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ആഖ്യാനത്തിലേക്കും കൃത്യമായ വോട്ടുറപ്പിക്കലിലേക്കും പാർട്ടി കടക്കണം. അതല്ലാതെ മറ്റു
വിഷയങ്ങളിൽ തെന്നിത്തെറിച്ച് പോകുമ്പോൾ നിങ്ങൾ നടത്തുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് BJPയും കോൺഗ്രസും ആവർത്തിച്ച് പറയുമ്പോൾ ആ ട്രാപ്പിലേക്ക് വീണാൽ ദേശീയ പാർട്ടി പദവി പോവുകയും ചെയ്യും, കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോവുകയും ചെയ്യും, വലിയൊരു നഷ്ടത്തിലേക്ക് CPIM പോവുകയും ചെയ്യും. ഇതിൽ സർക്കാർ വിരുദ്ധത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ കൃത്യമായി വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഇപ്പോൾ രണ്ടാം ടൈമിലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയായി മാറാൻ പോകുന്നത് ഇപ്പോൾ K. രാധാകൃഷ്ണൻ മന്ത്രിയടക്കം മത്സരിക്കുന്നുണ്ട്, പൊളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയാകാൻ പോകുന്നത് ഈ ഒരു ഭരണവിരുദ്ധ വികാരം, അത് സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടൈമുമായിട്ടുള്ള ഒരു കമ്പാരിസൺ സ്വാഭാവികമായും വരും. ആ കമ്പാരിസൺ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തത്, വിലക്കയറ്റം, അങ്ങനെ പല വിഷയങ്ങൾ, അതിലെ ആ സർക്കാർ വിരുദ്ധത ആളുകളിലേക്ക് കൂടുതലായി കൊണ്ടുചെന്ന് ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അവർക്ക് പഴയ സീറ്റുകൾ നിലനിർത്താനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് BJP എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു വോട്ട് വഴിയിൽ എൻട്രി നടത്താൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ K. സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത് അത് K. സുരേന്ദ്രൻ ജയിക്കുമെന്ന് കരുതിയിട്ടാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവിടുത്തെ വോട്ടുകളുടെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാമാന്യം ഒരു 30,000 വോട്ടുകൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അവിടെ വോട്ടുയർത്തുക, രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ലഭിച്ച ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് കൃത്യമായ തന്ത്രം. അതിനുവേണ്ടിയാണ് AP അബ്ദുള്ളക്കുട്ടിയല്ല K. സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല K. സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവിടെ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പറയാം. അതാണ് അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പരിമിതമായ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോവുകയും രാഹുൽ ഗാന്ധിയെ എതിർത്ത് പറയുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കേരളത്തിൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം വരികയും കഴിഞ്ഞ തവണ ലഭിച്ച 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്കൊന്നും ഇത്തവണ രാഹുൽ ഗാന്ധി പോകാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ വോട്ട് വഴി തെളിയുമ്പോൾ ഈ പറയുന്ന സർക്കാർ വിരുദ്ധത ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ്. കോൺഗ്രസ് ഈ ഫണ്ടില്ല എന്ന് പറയുന്നു. നേരത്തെ എങ്ങനെയാണോ പ്രചാരണം നടത്തിയിരുന്നത് അതുപോലെ ഒരു ധാരാളിത്തമുള്ള ഒരു പ്രചാരണത്തിലേക്ക് കോൺഗ്രസിന് കുറി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോൾ നമ്മൾ പ്രചാരണ ബോർഡുകളിലായാലും മറ്റ് സംവിധാനങ്ങളുടെ കാര്യത്തിലായാലും കുറച്ചൊക്കെ ഒരു കുറവ് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ കോൺഗ്രസിന് ഫണ്ട് വരണം, അതുപോലെ തന്നെ പ്രചാരണം കൊഴുപ്പിക്കാൻ കഴിയണം. BJP ആകട്ടെ എല്ലാ സംവിധാനങ്ങളും പുറത്തെടുത്തുകൊണ്ട് ഒരു മാസ് പടം പോലെയുള്ള ഒരു പ്രചാരണത്തിലേക്ക്, അത് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലായാലും പ്രചാരണ വീഡിയോകളിലായാലും റോഡ് ഷോകളിലായാലും ഒക്കെ കാണാം. മിക്കവാറും എല്ലായിടങ്ങളിലും റോഡ് ഷോകളും റാലികളും ഒക്കെയായി BJP സ്ഥാനാർത്ഥികൾ നിറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ BJPക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ കുറിച്ച് കൂടി പറയാം. നമ്മൾ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം എന്നൊക്കെ എല്ലാവരും വലിയ ആഢ്യത്വത്തോടു കൂടി ഇരുന്ന് ഞെളിഞ്ഞിരുന്ന് പറയും. പക്ഷേ ഇത്തവണത്തെ പട്ടിക പൂർണ്ണമാകുമ്പോൾ കേരളത്തിൽ NDAയ്ക്കാണ് 5 വനിതാ സ്ഥാനാർത്ഥികളുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത് 2 അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളത് ആകെ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് മാത്രമാണ്. അപ്പോൾ അതാണ് സ്ത്രീകളോടുള്ള അല്ലെങ്കിൽ വലിയ സ്ത്രീ സമത്വം പറയുന്ന, സ്ത്രീകളുടെ മുന്നേറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന CPIMും കോൺഗ്രസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ LDFും UDFും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആകെയുള്ള 20-ൽ 5 സീറ്റും സ്ത്രീകൾക്കായി നീക്കിവെച്ച BJP കൃത്യമായി അവർ എന്തുകൊണ്ട് വനിതാ സംവരണ നിയമം പാസ്സാക്കി? കാരണം സ്ത്രീ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഡിസിസീവ് ഫാക്ടർ തന്നെയാണ്. അത് ഇന്ത്യയിൽ ആകെപ്പാടെ തന്നെ ചർച്ചയാകുന്നതും ആ രീതിയിൽ തന്നെയായിരിക്കും. കാരണം സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ ആ നിയമം പാസ്സാക്കി, പക്ഷേ നിയമം നടപ്പാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ തുടങ്ങിയല്ലോ. ആ ആഖ്യാനം സ്ത്രീകളുടെ വോട്ട് വീഴ്ത്തും. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ വില 100 രൂപ കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം നടക്കുമ്പോൾ ഇവിടെ ഇലക്ട്രൽ ബോണ്ട്, കേജ്രിവാൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് അതിലേക്കൊന്നും ആയിരിക്കില്ല സാധാരണക്കാരൻ്റെ ശ്രദ്ധ. സാധാരണക്കാരൻ തൻ്റെ നിത്യജീവിതത്തിൽ എന്താണ് അനുഭവിക്കുന്നത് എന്ന് നോക്കും. നരേന്ദ്രമോദി എന്നെ ഉപദ്രവിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ BJPക്ക് കൊള്ളാം. കേരളത്തിൽ നല്ല രീതിയിൽ വോട്ട് ഉയർത്താൻ കഴിയും. ഇനി വോട്ടിൻ്റെ ശതമാനത്തെക്കുറിച്ച് ഉണ്ണിസാർ ഇവിടെ പറഞ്ഞു. ഉണ്ണിസാർ പറഞ്ഞത് കഴിഞ്ഞ കിട്ടിയതുപോലെ ഒന്നും കിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മാത്രം ഞാൻ അതുകൂടി കമന്റ് ചെയ്യാം. 2014 കിട്ടിയതിനേക്കാൾ വോട്ട് ഉയർത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. 2019 അതിപ്പോൾ ആറ്റിങ്ങലായാലും 24.69% ആണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ 28.2 ക്ലോസ് ചെയ്തിരിക്കുന്നു. പാലക്കാട് 21.26. തിരുവനന്തപുരം പിന്നെ 2014-ലും 2019-ലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലും കൃത്യമായി അവർക്ക് വോട്ട് ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2ാം സ്ഥാനം തിരുവനന്തപുരത്ത് തുടർച്ചയായി നിലനിർത്താനും സാധിക്കുന്നുണ്ട്. അത് 1ാം സ്ഥാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അക്കൗണ്ട് തുറക്കില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. വോട്ട് വഴികൾ തെളിഞ്ഞിട്ടുണ്ട്. ദേശീയ പാർട്ടി പദവി പോകാതിരുന്നാൽ CPIMന് കൊള്ളാം. കോൺഗ്രസിന് പഴയതുപോലെയുള്ള ആ ഒരു ഊർജ്ജവും ആവേശവും ഒന്നുമില്ല. അതൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി വഴിയിലൂടെ തെളിഞ്ഞും ഞെളിഞ്ഞും പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.